നമ്മുടെ റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ, സ്നേഹം ഇതൊക്കെ സത്യസന്ധമാണോ? നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമാണെന്നറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്തുകൊണ്ടാണ് ലോകത്ത് മിക്ക ആൾക്കാർക്കും യഥാർത്ഥ സ്നേഹം അഥവാ ട്രൂ ലവ് അനുഭവിക്കാൻ സാധിക്കാത്തത്? സ്നേഹവും സ്പിരിച്വാലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങൾ. ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം റിലേഷൻഷിപ്സിനെ കുറിച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഒരു റിലേഷൻഷിപ്പ് എന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു മിസ്റ്ററിയാണ്. മിസ്റ്ററി എന്നാൽ മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രയാസമുള്ളത്, ബുദ്ധിമുട്ടുള്ളത് എന്നർത്ഥം. രണ്ടാൾക്കാർ കണ്ടുമുട്ടുമ്പോൾ ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെ ഒരു പുതിയ പ്രതിഭാസം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിലൂടെ ഒരു വ്യക്തി വളരെയധികം മാറുന്നു. ഇതാ വ്യക്തി തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസക്തമല്ല. പക്ഷേ ഒരു വ്യക്തി മാറുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഏത് തരം റിലേഷൻഷിപ്പ് ആയാലും ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു വ്യക്തി കടന്നു കഴിഞ്ഞാൽ അയാൾ മാറുന്നുണ്ട്. ഒരു സ്ത്രീ ഒരു കാമുകിയാവുമ്പോൾ അവൾ മാറുന്നു. കാമുകിയാവുന്നതിന് മുമ്പുള്ള സ്ത്രീയും കാമുകിയായതിനു ശേഷമുള്ള സ്ത്രീയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് പുരുഷന്മാരുടെ കഥയും. കാമുകനാവുന്നതിന് മുമ്പുള്ള പുരുഷനും കാമുകനായതിനു ശേഷമുള്ള പുരുഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതേ പുരുഷൻ ഇനി ഒരു അച്ഛനാകുമ്പോൾ വീണ്ടും മാറുന്നു. കാമുകനായിരുന്ന പുരുഷനല്ല, പിന്നെ അച്ഛൻ. നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും ഈ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് ഒരു പുതിയ നിങ്ങളെയും സൃഷ്ടിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരു കൊച്ചു കാര്യം പറയാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ എന്താണ് പറയുക? ഒരു കുട്ടി ജനിച്ചു എന്ന് പറയും. പക്ഷേ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. അന്ന് ഒരമ്മയും ജനിച്ചു, അന്ന് ഒരച്ഛനും ജനിച്ചു. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വളരെ വിചിത്രമായൊരു കാര്യമായി തോന്നിയേക്കാം. പക്ഷെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഒരു സ്ത്രീയും പുരുഷനും മുൻപേ ഉണ്ടായിരുന്നു, സത്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും നേരത്തെ ഉണ്ടായിരുന്നു, സത്യമാണ്. പക്ഷെ ഒരു അമ്മയും അച്ഛനും നേരത്തെ ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞ് ജനിച്ചപ്പോഴാണ് ഒരമ്മ ജനിച്ചത്. ആ കുഞ്ഞ് ജനിച്ചപ്പോഴാണ് ഒരച്ഛനും ജനിച്ചത്. ഒരു പുതിയ ബന്ധം സൃഷ്ടിച്ചത് നിങ്ങളാണെങ്കിലും ആ ബന്ധം നിങ്ങളെയും മാറ്റിയിരിക്കുന്നു. ഒരു പുതിയ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതായത്, മാൻ ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ്, ബട്ട് ദ റിലേഷൻഷിപ്പ് ഇൻ ടേൺ ക്രിയേറ്റ്സ് എ ന്യൂ മാൻ. നിങ്ങൾ ബന്ധങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഒരു പുതിയ നിങ്ങളെയും സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകാം. രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ സത്യത്തിൽ രണ്ട് ലോകങ്ങളാണ് കണ്ടുമുട്ടുക. രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുന്നതിൽ ഇത്രയ്ക്ക് എന്തിരിക്കുന്നു? ഇത് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയേക്കാം. പക്ഷെ സത്യം എന്നാൽ ഇത് വളരെയധികം സങ്കീർണമായ, വളരെയധികം കോംപ്ലക്സ് ആയ കാര്യമാണ്. നോക്കൂ, ഓരോ വ്യക്തിക്കും സ്വന്തമായൊരു ലോകമുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ട് മാത്രം ഒരു ലോകമുണ്ട്, ശരിയല്ലേ? നമുക്ക് നമ്മുടേതായ മാത്രം ഒരു ലോകമുണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ആർക്കും അറിയാത്ത, നമുക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിനോടൊപ്പം വേറെയും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വളരെ വലിയൊരു ഭൂതകാലം, കഴിഞ്ഞു പോയൊരു കാലം. ഒപ്പം വളരെ വലിയൊരു ഫ്യൂച്ചർ, വരാൻ പോകുന്ന കാലം. രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുമ്പോൾ ഈ രണ്ട് ലോകങ്ങളാണ് കണ്ടുമുട്ടുക. ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ രണ്ട് പേരുടെ പെരിഫറീസ് മാത്രമാണ് കണ്ടുമുട്ടുക. പെരിഫറി എന്നാൽ ഉപരിതലം, ഏറ്റവും മുകളിലുള്ളത്, ഏറ്റവും പുറത്തുള്ളത് എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൻ്റെ പെരിഫറി നമ്മുടെ തൊലിയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിനും ഒരു പെരിഫറി ഉണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ അതിൻ്റെ തുടക്കത്തിൽ രണ്ട് പേരുടെ പെരിഫറീസ് മാത്രമാണ് അത്രേ കണ്ടുമുട്ടുക. ആ ബന്ധം സത്യസന്ധമാണെങ്കിൽ സാവധാനം അതിന് കൂടുതൽ ആഴം വരുന്നു, ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്നു, കൂടുതൽ അടുപ്പം സൃഷ്ടിക്കപ്പെടുന്നു. വളരെ പതുക്കെ ഈ രണ്ട് വ്യക്തികളുടെ സെൻറ്ററുകൾ ഒന്നാകുന്നു. പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു സെൻറ്റർ അഥവാ ഒരു കേന്ദ്രമുണ്ട് എന്നാണ്. രണ്ട് വ്യക്തികളുടെ സെൻറ്ററുകൾ ഒന്നാവുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമാവുക. അല്ലാത്ത പക്ഷം അത് വെറും ഒരു പരിചയം മാത്രമാണ്.
നിർഭാഗ്യവശാൽ മിക്കവർക്കും ഈ പരിചയം മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവർ അതിനെ സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇതേതാണ്ട് നമ്മൾ മതിലിൻ്റെ പുറത്തു നിന്ന് ഒരു വീട് കാണുന്ന പോലെയാണ്. മതിലിൻ്റെ പുറത്തു നിന്ന് നമുക്കൊരു വീട് കാണാൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വീടിനെ നമുക്ക് പൂർണ്ണമായി അറിയാനോ അനുഭവിക്കാനോ സാധിക്കില്ല. അതിന് നമ്മൾ ആ വീടിനുള്ളിൽ കയറുക തന്നെ വേണം. പക്ഷേ ഇവിടെ പലരും മതിലിന് പുറത്തു നിന്ന് ആ വീടിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി എന്ന് അവകാശപ്പെടുകയാണ്. ഇത് തന്നെയാണ് പരിചയവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. പെറിഫറീസ് കണ്ടുമുട്ടുന്നതും സെൻറ്ററുകൾ ഒന്നാവുന്നതും തമ്മിലുള്ള വ്യത്യാസം. യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ പ്രണയവും വളരെ അപൂർവമാണ്. എന്തുകൊണ്ടാണത്? നേരത്തെ പറഞ്ഞല്ലോ, 2 സെൻറ്ററുകൾ ഒന്നാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സ്നേഹം സംഭവിക്കുക. നമുക്കൊരാളുടെ സെൻറ്റർ സ്പർശിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ വളരെ വലിയൊരു മാറ്റം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ മാറ്റം ഇതാണ്: ആദ്യം നമ്മൾ ഓപ്പൺ ആയിരിക്കണം. നമ്മുടെ സെൻറ്ററിനെ സ്പർശിക്കാൻ മറ്റേയാളെ നമ്മൾ അനുവദിക്കണം. നമ്മളതിന് തയ്യാറായിരിക്കണം. പക്ഷേ ഇതാരും ചെയ്യില്ല. കാരണം ഇത് വളരെയധികം അപകടമുള്ളൊരു കാര്യമാണ്. ഇത് വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. മറ്റൊരാളെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാൻ അനുവദിക്കുക എന്നാൽ പിന്നെ നമുക്ക് രഹസ്യങ്ങൾ സാധ്യമല്ല. പിന്നെ നമുക്കൊന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിക്കില്ല. നമ്മളെക്കുറിച്ചെല്ലാം മറ്റൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക? പിന്നെ അയാൾ എന്തായിരിക്കും ചെയ്യുക? ഈ ഭയം ഭൂരിഭാഗം ആൾക്കാരിലുമുണ്ട്. ഇതുകൊണ്ട് ആരും ഒരിക്കലും മറ്റൊരാളെ തൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധങ്ങളെല്ലാം വെറും പരിചയമായി നിൽക്കുന്നു. വെറും ഒരു പരിചയത്തിനപ്പുറം ആ ബന്ധം വളരുന്നതേയില്ല. അതിൽ ആഴം വർദ്ധിക്കുന്നതേയില്ല. ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഭൂരിഭാഗം ഭാര്യ ഭർത്താക്കന്മാരും വെറും പരിചയക്കാരാണ്. ശാരീരിക ബന്ധമുണ്ടായേക്കാം, പക്ഷെ അതും പുറമേയുള്ളൊരു മീറ്റിംഗാണ്. ശരീരങ്ങൾ മാത്രമാണ് കാണുന്നത്. നമ്മുടെ ഉള്ളുകൾ കാണുന്നതേയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മീറ്റിങ്ങും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവരും ഈ പരിചയത്തെ സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നു. അവർ സ്നേഹിക്കുകയാണെന്ന് സ്വയം തെറ്റിദ്ധരിപ്പിക്കുന്നു. കെട്ടിടങ്ങൾക്കെന്ന പോലെ മനുഷ്യർക്കും ഫൗണ്ടേഷൻ ഉണ്ടത്രേ. 2 തരത്തിലുള്ള ഫൗണ്ടേഷനുണ്ട്. ഒന്ന് ഭയത്തിൻ്റെത്, മറ്റേത് സ്നേഹത്തിൻ്റെത്. ഭയത്തിൻ്റെ ഫൗണ്ടേഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും സ്നേഹം എന്താണെന്ന് അനുഭവിക്കാൻ സാധിക്കില്ല. അവർ ഒരു പരിധിവരെ മറ്റൊരാളെ അവരുടെ ഉള്ളിലേക്ക് കടത്തിവിടും. പക്ഷെ അത് കഴിഞ്ഞാൽ ഒരു വളരെ വലിയ മതിലാണ്. സ്നേഹത്തിൻ്റെ ഫൗണ്ടേഷനിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്നേഹത്തിന് പുറമെ വേറെയും ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് ഭയം കാണില്ല. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചോർത്ത് അവർ ഭയപ്പെടുന്നില്ല. അവർ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ശ്രീകൃഷ്ണനെക്കുറിച്ചും അർജുനനെക്കുറിച്ചും ഗീതയെക്കുറിച്ചും ഒക്കെ പരിചയം കാണും. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതേതാണ്ട് ഇങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, റിസൾട്ട് എന്തായിരിക്കുമെന്നോർത്ത് ഭയക്കരുത്, പരിണാമം എന്താണെന്നോർത്ത് ഭയക്കരുത്. ഇത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ എന്താണ് വരാൻ പോകുന്നത് എന്നോർത്ത് ഭയപ്പെടാതിരിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നാണ്. ഇത് സ്നേഹം ആധാരമാക്കി ജീവിക്കുന്ന വ്യക്തിയുടെ ലക്ഷണമാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പേടിയുണ്ടാവില്ല. ഭയം ആധാരമാക്കി ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും കണക്ക് കൂട്ടലുകൾ നടത്തുന്നു. ഈ പറഞ്ഞതിനർത്ഥം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള കാൽക്കുലേഷൻസിനെ കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിൽ നടത്തുന്ന കാൽക്കുലേഷൻസിനെ കുറിച്ചാണ്. വലിയൊരു വിഭാഗം ജനം ജീവിതത്തിൽ, വീട്ടിൽ, ബന്ധങ്ങൾക്കിടയിൽ പലതരം കണക്കുകൂട്ടലുകൾ നടത്തുന്നു. നിർഭാഗ്യവശാൽ ഇവർക്ക് ജീവിതം നഷ്ടമാകുന്നു. ഭയമുള്ളിടത്ത് സ്നേഹം കാണില്ല, സ്നേഹമുള്ളിടത്ത് ഭയവും കാണില്ല. ഭർത്താവിന് ഭാര്യയെ ഭയമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയമാണ്. സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ശരിക്കും തമ്മിൽ ഭയക്കുകയാണ്. ഇത് സ്നേഹമല്ല, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ്. ഒന്നിച്ച് ജീവിക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. സ്നേഹത്തിൻ്റെ പേരിൽ സത്യത്തിൽ ഒരാൾ മറ്റൊരാളുമായി യുദ്ധം ചെയ്യുകയാണ്. ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുകയാണ്.
ഒരാൾ മറ്റൊരാളെ കൺട്രോൾ ചെയ്യുകയാണ്. ഒരാൾ മറ്റൊരാളെ അടിച്ചമർത്തുകയാണ്. ഇതിൽ സ്നേഹമൊഴിച്ച് ബാക്കിയെല്ലാമുണ്ട്. പറയുന്നത് യഥാർത്ഥ സ്നേഹം അനുഭവിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ധ്യാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവയെല്ലാം സ്വാഭാവികമായി സംഭവിക്കുന്നു അത്രേ. ജീസസിൻ്റെ, യേശുവിൻ്റെ വളരെ ഫേമസ് ആയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ലവ് ഇസ് ഗോഡ്. സ്നേഹം ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ്. പക്ഷേ ഈ സ്നേഹം അനുഭവിക്കുക എന്നത് കുറച്ച് പ്രയാസമാണ്. തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഭയം മാത്രമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഭയക്കണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലും കാണണം. പക്ഷെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ, നമ്മുടെ കയ്യിൽ നമുക്ക് നഷ്ടമാകാൻ എന്താണുള്ളത്? പല വിഷയങ്ങൾ, പല അറിവുകൾ, പലരുടെയും കാഴ്ചപ്പാടുകൾ, ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. അത്തരത്തിലൊരറിവ് അല്ലെങ്കിൽ കാഴ്ചപ്പാട്, അതാണ് നിങ്ങളിന്ന് കേട്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതും തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ നല്ലറിവ് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.